സമ്മേളിപ്പിക്കാം. ഇപ്പോൾ തിരുമേനിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുതിയ പുസ്തകത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ CJ ജോഷ് വൈദ്യൻ നമുക്ക് പരിചയപ്പെടും. ബാബാ തിരുമേനി, പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, അഭിനന്ദനായ ഈവാനുസിന്റെ 40ാം ചരമദിനത്തിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സ്മാരക ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുവാൻ കൊണ്ടും സാധ്യമായി എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല വിധത്തിലും ഈ പുസ്തകം മറ്റൊരു സ്മാരക ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, തിരുമി സാധാരണയായി ഒരു ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കാം. അറിയാവുന്ന പലരും ആ വ്യക്തിയെ പറ്റി പലരും അവരുടെ ചിന്തയിൽ കൊടുത്തത് രേഖപ്പെടുത്തി വെക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് പലപ്പോഴും സ്മാരക ഗ്രന്ഥങ്ങൾ ഉയരാറില്ല. എന്നാൽ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ സവിശേഷതയാർന്നതാണ്. വിശുദ്ധിയുടെ ഹരിതകാലം, ഒരു ഹരിതകാലം, വിശുദ്ധിയുടെ ഒരു ഹരിതകാലം എന്നാണ് പുസ്തകത്തിന്റെ പേരിട്ടിരിക്കുന്നത്. അത് തന്നെ വെളിപ്പെടുത്തുന്നത് വിശുദ്ധി നിറഞ്ഞ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പറ്റുകൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് എഴുതിയിട്ടുള്ളവരൊക്കെ തിരുമേനിയോട് ഏറ്റവും അടുത്ത ആത്മബന്ധം പുലർത്തിയിട്ടുള്ളവരാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, തിരുമേനിയെ കുറിച്ചൊരു സമഗ്ര ദർശനം ഇതിൽ കൂടിയാണ് ലഭിക്കാൻ സാധിക്കുന്നത്. ജീവചരിത്രത്തെ കുറിച്ചുള്ള പരാമർശം അത് എഴുതിയിരിക്കുന്നത് തിരുമേനിയുടെ സ്പന്ദനം 10-25 വർഷം കൂടെ ജീവിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട വിദേശത്തിനാണ്. മറ്റുള്ളവരൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണ് പൗരസ്ത്യ പൈതൃകം എന്നുള്ളത് അറിയണം എങ്കിൽ, എന്താണ് ഓർത്തഡോക്സ് ആധ്യാത്മികത എന്ന് അറിയണമെങ്കിൽ നിശ്ചയമായിട്ടും പിൽക്കാലത്ത് ഇത് ഒരു ഗവേഷണത്തിന് സഹായകമായ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ആ വിധത്തിൽ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഓരോ വിഷയത്തിലും ആധികാരികമായി എഴുതാൻ കഴിവുള്ളവരെ ഏൽപ്പിച്ച് അവരിൽ നിന്ന് അത് സ്വീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നുകൂടി ഞാൻ പറയട്ടെ. ജീവചരിത്രത്തിലുള്ള പരാമർശം കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിൽ സന്യാസി പ്രസ്ഥാനത്തിനും ആശ്രമ പ്രസ്ഥാനങ്ങൾക്ക് എന്തൊരു വലിയ സ്ഥാനമുണ്ട്. അതിന്റെ പുതിയ മുഖം നൽകിക്കൊണ്ട് ഇവിടെ സ്ഥാപിച്ച ഈ കേരളയിലേക്ക് കടന്നു വരുന്നു. ക്രിസ്ത്യൻ മിസ്റ്റിസിസം എന്ന് പറയുന്ന യോഗാത്മകത, അത് ഒരു വലിയ കാഴ്ചപ്പാടാണ് പൗരസ്ത്യ ദർശനത്തിൽ. അത് തിരുമേനിയും അതിന്റെ സ്ഫുലിംഗങ്ങൾ വളരെ ഉണ്ടായിരുന്നു. അത് വെളിപ്പെടുത്തുന്നത് മറ്റൊരാളാണ് ആധികാരികമായി. അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ വൈദിക ബന്ധത്തെ കുറിച്ച്, അനുപാലനത്തെ കുറിച്ച്, രോഗം എന്ന പ്രതിസന്ധി അതിനെ എങ്ങനെ നാം തരണം ചെയ്യണം, നേരിടണം എന്നുള്ളതിനെ പറ്റി, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ എങ്ങനെ കൃത്യമായ നിലയിൽ പുലർത്തുവാനും സംരക്ഷിക്കുവാനും കഴിയും എന്നതിനെ പറ്റി, അത് മാത്രമല്ല ലഘുവിയായിട്ട് ക്രിസ്ത്യൻ ചാരിറ്റി, ക്രിസ്തീയ ദാനം നൽകൽ, അതിനെപ്പറ്റി നാം എന്തൊക്കെയാണ് അറിയേണ്ടത്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞാൽ വേദശാസ്ത്രം, ക്രിസ്തീയ ആധ്യാത്മികതയെ കുറിച്ചുള്ളതായ ചിന്തകൾ, ഇതെല്ലാം തിരുമേനിയോട് ജീവിതത്തോട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണ്. എഴുത്തുകാര് അഭിനന്ദനായ അനിലിയൂസ് തിരുമേനി, സേവകയൂസ് തിരുമേനി, അസ്കുലൻ തിരുമേനി, ഇങ്ങനെയുള്ള തിരുമേനിമാർ ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥം, പ്രത്യേകിച്ച് പ്രകൃതിയെ പറ്റി തിരുമേനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട്, സസ്യജാതികളോടും പക്ഷിമൃഗാദികളോടുള്ള തിരുമേനിയുടെ ആ ഒരു അടുപ്പം, അത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ ദർശനത്തിൽ എങ്ങനെയൊക്കെ നാം, പ്രത്യേകിച്ച് ഇക്കോളജി ഒരു വലിയ വിഷയമായിരിക്കുമ്പോൾ അതെല്ലാം വളരെ ശാസ്ത്രീയമായ വിധത്തിൽ അവഗ്രഹം ചെയ്ത് എഴുതിയിട്ടുള്ള ഈടുറ്റ ഒരു ഗ്രന്ഥമാണ് ഈ വിശുദ്ധിയുടെ ഒരു ഹരിതകാലം. കേവലം ഒരു സ്മരണീയല്ല, ആധികാരികമായ ഒരു ഗ്രന്ഥം ഓർത്തഡോക്സിയെ സംബന്ധിച്ചും ആധ്യാത്മികതയെ കുറിച്ചും
മറ്റും അതിജീവികളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണ്. 150 രൂപ വില വെച്ചിരിക്കുന്ന പുസ്തകം ഇത് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് പറ്റും. കുറെ കോപ്പികൾ എനിക്കറിയാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് വാങ്ങുവാൻ താല്പര്യമുണ്ടാകും. കാരണം തിരുമേനിയെ പറ്റി അത്രമാത്രം മധുരമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് മറ്റു തലമുറയ്ക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഭവനത്തിൽ ഇത് സൂക്ഷിക്കുവാൻ ഏറ്റവും ഉപയുക്തമായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ പുസ്തകം മറ്റൊരു പുസ്തകം കൂടി ഉണ്ട്. അത് തിരുമേനിയുടെ അടിമ ശിഷ്യനായി തിരുമേനിയുടെ വാത്സല്യം ഏറെ നുകർന്ന് ബാബാതിരുമേനി കൽപ്പിച്ചു പോയ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ ഒരു വ്യക്തി ബഹുമാനപ്പെട്ട സക്കറിയ നയനാരച്ചൻ ഗുരു ശിഷ്യ ബന്ധത്തെ പറ്റി ആ ഒരു കാവ്യാത്മകമായി വളരെ ഭാവദീപ്തമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മഷിക്കൂട്ട് എന്ന് പറയുന്ന പുസ്തകം. ഇത് രണ്ടും ഇത് 3 കൗണ്ടറുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വലിയ ഒരു ദാനമായി, നമുക്കൊരു വലിയ സമ്മാനമായി ഈ പുസ്തകം നിങ്ങൾ വായിച്ച് നമ്മൾ ഈ പൈതൃകത്തെ പറ്റി മനസ്സിലാക്കുവാൻ, ഈ തിരുമേനിയുടെ ജീവിതത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച വരുവാൻ ഇത് സഹായമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി അത്യാധ്വാനം ഈ 40 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് ഒരുങ്ങി എഴുതുവാനൊക്കെ സാധിച്ചത്. പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സഭയുടെ മക്കളിൽ അത്യുന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി, നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ 2 വാക്ക് നമ്മോട് സംസാരിക്കും. അഭിമന്യരായ ഉമ്മന്മാരെ, ബഹുമാന്യരായ വൈദികരെ, ഭക്തജനങ്ങൾ, പരിശുദ്ധ ബാബാതിരുമേനി നമ്മുടെ അഭിമന്യ തിരുമേനിയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. തിരുമേനിയെ കുറിച്ചുള്ള പുസ്തകത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട യോശുവ അച്ഛനും ഇവിടെ പറഞ്ഞു. ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇതില്ല എന്ന് എനിക്കറിയാം. അഭിമന്യ തിരുമേനി സമുദായത്തിനും സമൂഹത്തിനും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതവും തിരുമേനിയുടെ സമുദായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി എടുത്തിട്ടുള്ള കർക്കശ നിലപാടുകളെല്ലാം തിരുമേനിയെ വളരെ വ്യത്യസ്തനായ ഒന്നാക്കി തീർത്തിട്ടുണ്ട്. ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.